എന്നാലും പാലക്കാട്ടെ പരാജയം അത് ബി.ജെ.പിയിൽ അതിന്റെ ചർച്ചകൾ അലയൊലികൾ അതൊന്നും അടങ്ങുന്നതേയില്ല. അത് ശോഭാ സുരേന്ദ്രന്റെ തലയിൽ വെച്ച് വി മുരളീധരപക്ഷം കേന്ദ്ര നേതൃത്വത്തിന് മുൻപാകെ പരാതികൾ ഉന്നയിക്കുകയാണ് എന്നാണ് സൂചനകൾ. പാലക്കാട് നഗരസഭയിലെ ഫീസ് വർധനയും യൂസർ ഫീ ഒക്കെ ഈടാക്കിയിരുന്നു അവിടെ. അപ്പോൾ അതടക്കമുള്ള കാരണങ്ങൾ തോൽവിക്ക് കാരണമായി എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിന് നൽകുന്ന വിശദീകരണത്തിൽ പറയുന്നത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. നഗരസഭയിലെ ശോഭാ സുരേന്ദ്രൻ പക്ഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫീസ് കുറയ്ക്കുന്നതിന് എതിരായി നിന്നു എന്നാണ് വിമർശനം. കണ്ണാടി പഞ്ചായത്തിൽ ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവർ വോട്ട് മറിക്കാൻ കൂട്ടുനിന്നുവെന്നും ആരോപണമുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ വേണ്ട. പ്രശാന്ത്, വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്ക് ബി.ജെ.പിയിലെ ഈ പൊട്ടിത്തെറികൾ പോവുകയാണോ? കാരണം ഡ്രൈവർ അടക്കം വോട്ട് മറിക്കാൻ കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണം. ശോഭാ സുരേന്ദ്രൻ ആദ്യഘട്ടത്തിൽ അങ്ങോട്ടേക്ക് വരുന്നതിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് വന്ന് എല്ലാവരും ഒറ്റയ്ക്കാണെന്നുള്ള പ്രതീതി ജനിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. ഇപ്പോൾ ആരിലേക്കെങ്കിലും മാത്രം അല്ലെങ്കിൽ ഒരാളിലേക്ക് മാത്രം ഒതുക്കുകയാണോ പരാജയഭാരം മുഴുവൻ? ദിവിഷ്, മനസ്സിലാക്കേണ്ടത് പാലക്കാട് പരാജയത്തിന്റെ പേരിൽ അവിടെ പാർട്ടിക്കകത്തുണ്ടായ വീഴ്ച പരിഹരിക്കുന്നതിനപ്പുറം പാർട്ടി പിടിക്കാനുള്ള നീക്കമാണ് ഇരുപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട്ടെ പരാജയത്തിന് പ്രധാന കാരണമായി മാറിയത് എന്ന വിമർശനമാണ് മുരളീധര പക്ഷം നടത്തുന്നത്. നാളെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേരാനിരിക്കുകയാണ്. രൂക്ഷമായ വിമർശനം സംസ്ഥാന നേതൃത്വത്തിനെതിരെ പാലക്കാട്ടെ പരാജയത്തിന്റെ പേരിൽ എതിർപക്ഷത്ത് നിന്ന്, കൃഷ്ണദാസ് പക്ഷത്ത് നിന്നും ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടാകും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം ഇപ്പോൾ വി മുരളീധര പക്ഷം നടത്തുന്നത്. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയത്തിലേക്ക് നയിച്ചത് അവിടുത്തെ നഗരസഭയിലെ പരാജയമാണ്, നഗരസഭയുടെ ഭരണ പരാജയമാണ് എന്ന വിമർശനമാണ് അല്ലെങ്കിൽ എന്ന വിലയിരുത്തലാണ് സംസ്ഥാന നേതൃത്വം ഇതിനോടകം നടത്തിയിട്ടുള്ളത്. ആ പരാജയത്തിന് കാരണം ശോഭാ സുരേന്ദ്രന്റെ തലയിൽ വയ്ക്കുകയാണ്. അതായത് പാലക്കാട് നഗരസഭയിലെ 18ഓളം കൗൺസിലർമാർ ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരാണ്. അവരുടെ വാർഡുകളിലെല്ലാം തന്നെ വോട്ട് കുറഞ്ഞു. ഇത് മാത്രമല്ല, കണ്ണാടി പഞ്ചായത്ത് മേഖലയിൽ ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവർ അവിടെ വോട്ട് മറിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തി തുടങ്ങിയ റിപ്പോർട്ടാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഘടകത്തിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തെയും അറിയിക്കാൻ മുരളീധര പക്ഷം നീക്കം നടത്തുന്നത്. മാത്രമല്ല, ചില കൗൺസിലർമാരുടെ പേരെടുത്ത് തന്നെയാണ് മുരളീധര പക്ഷം ശോഭാ സുരേന്ദ്രനെതിരെ ചാർജ് ഷീറ്റ് നടത്തുന്നത്. അതായത് സ്മിതേഷ്, മീനാക്ഷി, ദിവ്യ, സാബു തുടങ്ങിയ കൗൺസിലർമാരുടെ ബൂത്തുകളിൽ വോട്ട് കുറഞ്ഞു. ഇത് കൂടാതെ യൂസർ ഫീയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം അതും ശോഭാ സുരേന്ദ്രന്റെ തലയിൽ വയ്ക്കുകയാണ് മുരളീധര പക്ഷം. അതായത് പ്രശാന്ത്, തിരികെ വരാം.